ഹലോ ഫ്രണ്ട്സ്, മീ അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് കാർട്ടൂണിൻ്റെ രീതിയിലുള്ള കുറേ പോസ്റ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പടങ്ങളുടെ ഒക്കെ ഇങ്ങനെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ തുരുതുരാന്ന് ഇങ്ങനെ കാണിച്ചു പോകാം. പിന്നെ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ജി പ്രകാശിൻ്റെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ്. അത് ഇന്ന് 6/3 അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാരേജ് സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറക്കും പറഞ്ഞായിരുന്നു വിജയ് സേതുപതി. അപ്പോൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പോസ്റ്റർ എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ദ ബൂട്ട്നി എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ദ ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവന അഭിനയിക്കുന്ന പടത്തിൻ്റെ സ്നീക്ക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ പടത്തിലത്തെ നയാൽദി എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അത് മാർച്ച് 31 അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബാഡ് ഗേൾ എന്ന് പറഞ്ഞിടത്തിലത്തെ പ്ലീസ് എന്നെ അപ്പടി പാക്കാതെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ വിൽ എന്ന് പറഞ്ഞിടത്തിലത്തെ നെസികുദൈ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വൺസ് മോർ എന്ന് പറഞ്ഞിടത്തിലത്തെ എന്തിര പുതിര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതിന്റെ വീഡിയോ സോങ് പുറത്തിറക്കിയിരിക്കുകയാണ്. പിന്നെ ആദ്യത്തെ 369 എന്ന് പറഞ്ഞിട്ടുള്ള റീ റിലീസിന് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രീ റിലീസ് ഇവന്റ് വെച്ചിട്ടുണ്ട് വരും മാർച്ച് 30 അപ്പോൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ ജുവൽ ടീഫ് എന്ന് പറഞ്ഞിട്ടുള്ള പടം സേഫ് അലിഖാനൊക്കെ ആയിട്ടുള്ള ഒരു പടമാണ്. എന്തായാലും പടം നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 25 പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയത്. പടം ഏപ്രിൽ 18 റിലീസ് ആകുമ്പോൾ ഇപ്പോഴത്തെ അക്ഷയ് കുമാറിന്റെ പേര് ശങ്കരൻ നായർ എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതേമാതിരി ആർ മാധവന്റെ പേര് നെവില്ലെ എം കെൻലി എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അനന്യ പാണ്ഡെന്റെ പേര് ദിൽറീത് ഗിൽ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സൈമൺ പേസ്ലി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് ജനറൽ റെജിനാൾഡ് ഡയർ എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊഞ്ചം നാൾ പൊറു തലീവ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വിദ്യാപതി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പടം ഏപ്രിൽ 10 റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ദ ഡിപ്ലോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രഹാമിന്റെ പടം 2 ആഴ്ച കൊണ്ട് 30.13 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് 3 സ്റ്റിൽസ് ഇട്ടിട്ടുണ്ട്. ബോബി ഡിയോളിന്റെ സ്റ്റിൽസ് ആണ്. എന്തായാലും 3 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നി. അപ്പോൾ 5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതേമാതിരി നെസ്ലിന്റെ പുതിയ 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൽമാൻ ഖാന്റെ സിക്കന്ദർ എന്ന് പറഞ്ഞ പടത്തിന്റെ 4ാമത്തെ പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഹം ആപ്കെ ബിന എന്നുള്ള രീതിയിലാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പടത്തിൽ മൊത്തം 4 പാട്ട് തന്നെയാണ് ഉള്ളത്. 4 പാട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഒഫീഷ്യൽ ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അമീർ ഖാൻ, AR മുരുകദാസ്, സൽമാൻ ഖാൻ ഇവർ 3 ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മരണമാസം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫ്ലിപ്പ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഹൃതിക് റോഷന്റെ ക്രിഷ് 4 എന്ന് പറഞ്ഞിട്ടുള്ള പടം വരാൻ പോവാണ്. ആ പടത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷം മുന്നെയാണ് ഹൃതിക് റോഷൻ നായകനായി എത്തിയത്. 25 വർഷത്തിന് ശേഷം യശ്രാജ് ഫിലിംസ് എന്ന് വെച്ചാൽ ആദിത്യ ചോപ്രയും അതേമാതിരി രാകേഷ് റോഷനും കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ക്രിഷ് 4 എന്ന് പറഞ്ഞ നടത്തിയിട്ട് ഹൃതിക് റോഷൻ അഭിനയിക്കുകയും ഡയറക്ഷനും കൂടിയിട്ട് ചെയ്യുന്ന രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ആളുടെ ആദ്യത്തെ ഡയറക്ഷൻ വരാൻ പോവാണ്. എന്തായാലും ഡയറക്ഷൻ ചെയ്യുന്നുള്ള കൺഫേം ആയിട്ടുണ്ട്. അത് രാകേഷ് റോഷൻ തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ ട്രെയിലർ പുറത്തിറങ്ങുന്നു. അത് 5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടുപ്പിലേക്ക് നോക്കി അടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ.